പാവം പയ്യനാ ശരിക്കും പറഞ്ഞാല്. വെറുതെ ആൾക്കാർക്ക് അറിയാൻ പാടില്ലായിട്ടാണ്. ഇപ്പം എനിക്കും വരാറുണ്ട് ഇതേപോലത്തെ. അവനൊരു പാവം പയ്യനാണ്, ഒരു കുഴപ്പമില്ലാത്ത നല്ല അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള പയ്യനാണ്. എല്ലാ കാര്യത്തിലും നല്ല തീരുമാനങ്ങൾ എടുക്കാനും പറയാനും അവന് കുറെ ഇതുണ്ട്. അവനെ എന്തോ അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ആൾക്കാർ. ഞാൻ വിചാരിച്ചിടത്തോളം അവൻ ഭയങ്കര പാവം പയ്യൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പാവമായിരിക്കും അവൻ. എന്താണ് ആ മുന്നേ ഉണ്ടായിരുന്ന അദ്ദേഹം മാറാനുള്ള റീസൺ? ഐ മീൻ അവന് മറ്റേ ബിഗ് ബോസിൽ ഇത്, പിന്നെ നേരത്തെ തുടങ്ങിയവൻ ഈ ടിക്ടോക്ക് അല്ല അതിന് മുന്നേ വിനീത് എന്തോ ഒരു ദുബായിൽ എന്തോ ബിസിനസ് തുടങ്ങി. അവന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുതിര പഠിക്കാനോ ഇതൊക്കെ 10 ദിവസമൊക്കെ ഉണ്ടായതാണ്. പക്ഷെ അവനെന്തോ പെട്ടെന്ന് ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ദുബായിലേക്ക് പോയതാണ്. അവൻ ഫ്രൈഡേ ഫിലിംസിലെ ഒരു ആളായിരുന്നു. ഫ്രൈഡേ ഫിലിംസിൽ അവന് വർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവൻ ആ കഥാപാത്രത്തിലേക്ക് വരുന്നത്. പിന്നെ അവനെന്തോ ബിസിനസ് സ്വന്തമായിട്ട് കൂട്ടുകാരൊക്കെ ഇട്ട് തുടങ്ങിയപ്പോൾ അതിന്റെ തിരക്ക് കൊണ്ട് പോയതാ. അങ്ങനെ പോയതാണ്. കാരണം പല പല റൂമേഴ്സ് അവൻ അവന്റെ തൊഴില് നോക്കി പോയതാ. അപ്പൊ അവിടെ ഇതുകൊണ്ട് പോയതാ, അല്ലാണ്ടാണ്. നല്ല പയ്യനായിരുന്നു. ഈ ആഡിനെ പറ്റി ഞാൻ ഉള്ളിൽ നിന്ന് അറിഞ്ഞു 1-2 കാര്യങ്ങൾ ചോദിക്കട്ടെ, പറയാവുന്നതാണെങ്കിൽ പറഞ്ഞാൽ. അതായത് 3 കാലഘട്ടമൊക്കെ നമ്മൾ പുറത്തു വിട്ടാണ്. ഈ ബിഫോർ, പ്രസന്റ്, ആഫ്റ്റർ എന്ന് പറയുന്നൊരു കാലഘട്ടത്തിൽ മമ്മൂക്കയായിരുന്നു വരാനിരുന്നത്. ഇപ്പോഴത്തെ ഒരു ആരോഗ്യസ്ഥിതി വെച്ച് മറ്റൊരു ആർട്ടിസ്റ്റ് ആയിരിക്കും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്കറിയില്ല അങ്ങനത്തെ. ഇതിപ്പോ ഒരു പഴയ കാലഘട്ടം കാണിക്കുന്നുണ്ട്. ഒരു എപ്പിക് മൂവിയാണത്. എപ്പിക് കോമഡി എപ്പിക് മൂവി എന്ന് പറഞ്ഞാൽ ഇതുവരെ മലയാളത്തിൽ വന്നിട്ടില്ല. വർക്കൗട്ടായാൽ നല്ല സംഭവമായിരിക്കും. ഓക്കെ.